കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് കുതിച്ചുയർന്നു. രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ദിവസം വലിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഈ വില വർധനവിന് പിന്നിൽ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സ്വർണ്ണവിലയിലെ ഓരോ ചലനവും നിക്ഷേപകരെയും സാധാരണക്കാരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ്. സ്വർണം എപ്പോഴും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നിലവിൽ ലോകം ഒരു വ്യാപാര യുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്കയാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. അമേരിക്കയുടെ വ്യാപാര നയങ്ങളാണ് ഇതിന് പിന്നിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മറ്റ് രാജ്യങ്ങൾക്കെതിരെ, സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ പോലും അധിക ഇറക്കുമതി ചുങ്കം ചുമത്താൻ തുടങ്ങിയതാണ് വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്ക സൂചിപ്പിച്ചിരുന്ന അത്രയും ചുങ്കം തന്നെയാണ് ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല രാജ്യങ്ങളുടെയും കയറ്റുമതിയെ നേരിട്ട് ബാധിക്കും. ഉദാഹരണത്തിന് ഇന്ത്യക്കെതിരെയും ഉയർന്ന ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 26% വരെ ചുങ്കം ചുമത്തുമെന്നാണ് നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നത്. ഇത് സംഭവിച്ചാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ വിലവർധനവ് ഉണ്ടാവുകയും അതുവഴി ഇന്ത്യയുടെ കയറ്റുമതിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഓഗസ്റ്റ് വരെ ചർച്ചകൾക്ക് സമയമുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഈ ഭീഷണി വിപണിയെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഈ ചുങ്കം ചുമത്തൽ പ്രഖ്യാപനങ്ങൾ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിച്ചു. ഡോളർ ശക്തമാകുമ്പോൾ ഇന്ത്യൻ രൂപ ഉൾപ്പെടെയുള്ള മറ്റ് കറൻസികളുടെ മൂല്യം കുറയും. ഇത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിപണിയിൽ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. ആഗോള വ്യാപാരത്തിൽ മാന്ദ്യം നേരിടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. പല രാജ്യങ്ങളുടെയും കയറ്റുമതിയെ ഇത് സാരമായി ബാധിക്കുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകം നീങ്ങുമെന്നുമുള്ള നിഗമനങ്ങളുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിപണികൾ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം വരാം. ഓഹരി വിപണികളിൽ നിന്നും മറ്റ് അസ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ച് സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ നിക്ഷേപകർ ശ്രമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സ്വർണം ഒരു സുരക്ഷിത താവളമായി മാറുന്നു. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില ഉയരുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടിയേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ ഡോളർ സൂചിക 97 എന്ന നിരക്കിലാണ്. ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ സ്വർണ്ണവില കുറയുമെന്നാണ് സാധാരണ പ്രവണത. കാരണം ഡോളറിൽ വിലയിടുന്ന സ്വർണം ഡോളർ ശക്തി വിടുമ്പോൾ മറ്റ് കറൻസികൾക്ക് കൂടുതൽ ചെലവേറിയതാകുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വ്യാപാര യുദ്ധ ഭീഷണിയും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം ഈ പരമ്പരാഗത ബന്ധം താൽക്കാലികമായി ദുർബലപ്പെട്ടിരിക്കുകയാണ്. നിക്ഷേപകർക്ക് ഡോളറിനേക്കാൾ സ്വർണത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ 85.72 എന്ന നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇത് രൂപയുടെ മൂല്യം കുറഞ്ഞതിനെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന് 72,480 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ 400 രൂപയുടെ കുറവുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 400 രൂപ ഉയരുകയാണ് ചെയ്തത്. 22 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 9,060 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 7,430 രൂപയിലും എത്തി. രാജ്യാന്തര വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,332 ആണ് പുതിയ നിരക്ക്. കേരളത്തിൽ വെള്ളി വില ഗ്രാമിന് 116 രൂപയാണ്. അതോടൊപ്പം സ്വർണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ഏകദേശം 78,500 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. ഈ തുകയിൽ സ്വർണ്ണവില കൂടാതെ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടുന്നുമുണ്ട്. സാധാരണയായി സ്വർണ്ണവിലയുടെ ഒരു നിശ്ചിത ശതമാനമാണ് പണിക്കൂലിയായി ഈടാക്കുന്നത്. കേരളത്തിൽ ഇത് ഏകദേശം 5%. ഇന്ത്യയിൽ പണിക്കൂലി ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നുണ്ട്. എന്നാൽ ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്കും തങ്കത്തിന്റെ അളവ് കുറഞ്ഞ ആഭരണങ്ങൾക്കും പണിക്കൂലി കൂടുതൽ ഈടാക്കാറുണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് 3% നികുതിയും ബാധകമാണ്. അതോടൊപ്പം സ്വർണം വാങ്ങുമ്പോൾ ലഭിക്കുന്ന ബില്ലുകൾ സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. പഴയ സ്വർണം വിൽക്കുമ്പോൾ ഈ ബില്ലുകൾ സഹായകമാകും. പലപ്പോഴും ബില്ലിന്റെ പിൻഭാഗത്ത് പഴയ സ്വർണം എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ടാകും. സ്വർണ്ണവില വർദ്ധിക്കുന്നതിനാൽ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഇത് അനുകൂലമായ സാഹചര്യമാണ്. ഇന്ന് പഴയ സ്വർണം വിൽക്കുമ്പോൾ ചുരുങ്ങിയത് 70,000 രൂപയ്ക്ക് മുകളിൽ തുക കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട്. സാധാരണയായി ജ്വല്ലറികൾ പഴയ സ്വർണം തിരിച്ചെടുക്കുമ്പോൾ 2% തുക കുറച്ചാണ് എടുക്കാറുള്ളത്. ഇത് സ്വർണം ഉരുകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമായും അല്ലെങ്കിൽ മറ്റ് ശുദ്ധീകരണ ചെലവുകളായും കണക്കാക്കപ്പെടുന്നുണ്ട്.
ആഗോളതലത്തിൽ വ്യാപാര യുദ്ധങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളും യൂറോപ്പിലെ സാമ്പത്തിക സാഹചര്യങ്ങളും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. കാരണം കുറഞ്ഞ പലിശ നിരക്കുകൾ സ്വർണത്തെ കൂടുതൽ ആകർഷകമായ നിക്ഷേപമാക്കി മാറ്റും. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും നിക്ഷേപകരുടെ സുരക്ഷിത താവളം തേടിയുള്ള പോക്കും സ്വർണ്ണവിലയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങളായി തുടരും. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിപണിയിലെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിലവർദ്ധനവ് എത്ര കാലം നിലനിൽക്കുമെന്നത് ആഗോള സാമ്പത്തിക സ്ഥിതിഗതികളുടെയും രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും.